എനിക്കൊന്ന് സംസാരിക്കണം. पल्लवी रविंद्रन. तुम कौन? फ्रेंड. जस्ट अ मिनट. ഡോക്ടർ പ്രശാന്ത് മാത്യു. ഞങ്ങൾ പല്ലവിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ആഴത്തിലുള്ള പൊള്ളലാണ്. അതുകൊണ്ട് സാധാരണ ഇത്തരം കേസുകളിൽ ചെയ്യാറുള്ള ഒരു ഇനീഷ്യൽ സർജറി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അത് പല്ലവിക്ക് ചെയ്യാൻ സാധിക്കില്ല. I am Jayesh Desai, Deputy Chief Flying Instructor of Pallavi's Academy. Have you informed their parents? Father and sister will be here in a couple of hours. Okay. അവൾ ഓക്കെ ആവുമല്ലോ അല്ലേ? സി, ആളുടെ മനസ്സിന്റെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ ഐ ഡോണ്ട് നോ, യു നോ ബെറ്റർ. ഫേസിനെ പറ്റിയാണെങ്കിൽ नाम क्या है उसका? गोविंद. गोविंद. क्या आपको यकीन है कि वो वही लड़का है? वही लड़का है, गोविंद, सन ऑफ बालकृष्ण नायर, श्रीवत्सम हाउस, कोचिन 24. ये लो. सर जी, एक बात बोलूं, ये टेक्निकल है. मेरे ख्याल से आप केरला को ये केस ट्रांसफर करो. अगर बॉम्बे में है तो आपको बहुत तकलीफ हो जाएगा. हम लोग केरला पुलिस को कांटेक्ट करेंगे. सोचना आप लोग. ठीक है? ठीक है. റിയാദിലെ ആ ജോലി അവൻ നോക്കിയിരുന്നതാ. വിസായ്ക്കും അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ശരിയായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം ആകാശ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് കമ്പനി. ഗോവിന്ദന്റെ വീടല്ലേ? ഞാൻ സ്റ്റേഷനിൽ നിന്നാണ്. ഇത് എസ് ഐ സുശീൽ കുമാർ ഫ്രം മഹാരാഷ്ട്ര പോലീസ്. ഗോവിന്ദ് ഈയിടെ എങ്ങനെ മുംബൈക്ക് പോയിരുന്നോ? എന്തിനാ പോയത്? ഒരു ഇന്റർവ്യൂവിന്. ആളുണ്ടോ അവിടെ? ഉണ്ട്. എന്താ സാർ? എന്താ കാര്യം? മുംബൈയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. റൂം ഏതാ? അതാ. പൂനെയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്നലെ എത്തിയപ്പോൾ ലേറ്റായി. ഞാൻ വീട്ടിലേക്ക് പോവാ. കുഞ്ഞിനെ അബിയുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോന്നേ.
മോളെ പല്ലവി പല്ലവി വാതിൽ തുറക്കു പല്ലവി Please. പല്ലവി ഡാ DGCയുടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനുള്ള ലെറ്റേഴ്സാണ്. വെനവർ യു റെഡി. ആക്സിഡൻ്റ് ഉണ്ടായാൽ അങ്ങനെ വേണമെന്നുണ്ട്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി. പറഞ്ഞല്ലോ, ഉടനെ വേണമെന്നല്ല, അടുത്ത മാസോ അതിൻ്റെ പിന്നത്തെ മാസോ. ചാതിരിക്കാൻ കാരണം കണ്ടെത്തിട്ട് ആദ്യം. അത് എളുപ്പമല്ലേ? ആ ഭ്രാന്തന്റെ ചിരിച്ചോണ്ടിരിക്കുന്ന മുഖം ഓർത്താൽ മതി, ജീവിക്കാൻ തോന്നിക്കോളൂ. തനിക്കിത് പറ്റിയോണ്ട് ഞാനാ ഇപ്പൊ കുടുങ്ങിയത്. പെട്ടെന്നുള്ളൊരു ഇമോഷനില് തൻ്റെ കൂടെ ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് വൻ പ്രൊക്ലമേഷൻ അങ്ങ് നടത്തി മെസ്സിലിരുന്നു. എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇനി അത് ചെയ്തില്ലേ നാണക്കേടോ. വെനവർ യു റെഡി, പക്ഷെ ഒത്തിരി ലേറ്റ് ആവല്ലേ. സാരിയാ, എനിക്ക് പറയുന്നതും ചോദിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഭയങ്കര വേദനയാണോ? ഞാൻ കുറച്ചേരം നട്ടിക്കിരുന്നോട്ടെ. സോറി, ഇന്ന് തിരിച്ച് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത്. മെസ്സടച്ചും കാണും. ഞാൻ മിണ്ടാതൊരു ഭാഗത്തിരുന്നോളാം. അല്ലെങ്കിൽ അച്ഛൻ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നിട്ട് ഞാനങ്ങ് പോക്കോളാം. APEOH. TZVFC EHPNL. You're going to fly, girl. Any more tests, doctor? Just a couple of eye tests. What about the results? All fine. Oh, okay. Cover your eye. I want you to look at my nose and then let me know when you see my finger coming in, okay? Huh? Yeah, very good, very good. We're gonna do the other eye. Okay, we're gonna try it again. Let me know when you see my finger. Don't worry, don't worry. Okay, we'll try it again. Can you? Now?
ഒരാഴ്ചയ്ക്ക് തകരാറുള്ള ആളാണ് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. യുവർ ഓണർ, എൻ്റെ ക്ലയന്റ് ഗോവിന്ദ് സംഭവം നടന്ന ദിവസം മുംബൈയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഏക തെളിവ്. അദ്ദേഹം അവിടെ ഒരു ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അങ്ങയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോള് പറയേ. ഇയാളാണ്. ആളെ ശരിക്കും നോക്കിയിട്ട് പറയൂ. നോക്കിയിട്ട് പറയൂ. ജഡ്ജിയെ നോക്കി മറുപടി പറയണം. ഇയാളാണ് എന്നെ ആക്രമിച്ചത്. എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചത് ഗോവിന്ദ് ബാലകൃഷ്ണൻ. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ഞാനല്ല ഇത് ചെയ്തത്. ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് മുന്നിലുള്ള ഒരു പബ്ലിക് റോഡിലാണ് ഇത് നടന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ദൃക്സാക്ഷിയെങ്കിലും ഉണ്ടാവില്ലേ സർ? ഒരാളെങ്കിലും. യുവർ ഓണർ, സംഭവം നടന്ന എൻ്റെ തലേ രാത്രിയിൽ ഇയാൾ എൻ്റെ കക്ഷിയുമായി തർക്കിക്കുന്നത് കണ്ട ചില സാക്ഷികളുണ്ട്. പല്ലവിയുടെ ഫ്രണ്ട്സ്. യുവർ ഓണർ, ഇവർ തമ്മിൽ തർക്കിക്കുന്നത് അവർ കണ്ടിരിക്കാം. പക്ഷെ എൻ്റെ കക്ഷി വാദിയെ ആക്രമിക്കുന്നത് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ വാദം നിലനിൽക്കില്ല. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്കൊരു പിണക്കമുണ്ടായി. മറ്റാരോ ചെയ്തത് എൻ്റെ ക്ലയന്റാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവർ. അല്ലെങ്കിൽ ആ പിണക്കത്തിന്റെ പേരിൽ മറ്റാരോ ചെയ്തതിനെ എൻ്റെ ക്ലയന്റിന്റെ മേൽ കെട്ടിവെച്ച് പക തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എൻ്റെ ക്ലയന്റ്. ഇപ്പോഴും അതിന് വില്ലിംഗ് ആണ്. അത് അവർക്ക് സമ്മതമാണെങ്കിൽ. എൻ്റെ ക്ലയന്റാണത് ചെയ്തതെങ്കിൽ ഇവരെ സംരക്ഷിക്കാമെന്നൊരു ഡിസിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവില്ലല്ലോ. ആ പറഞ്ഞതിനോട് വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? What do you mean? അയാൾ തന്ന ഓഫറിനോട് വല്ലതും പറയാനുണ്ടോ? ആൻഡ് മൈൻഡ് യുവർ ലാംഗ്വേജ്. സോറി യുവർ ഓണർ. എൻ്റെ ക്ലയന്റ് കുറെ കാലമായി ഒരു നല്ല ജോലിക്ക് ശ്രമിക്കുകയാണ്. ഇപ്പോൾ റിയാദിൽ നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാവും. ഇതെല്ലാം പരിഗണിച്ച് എൻ്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. പ്രോസിക്യൂട്ടർ, ഇയാൾക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞതാണോ? അതെ യുവർ ഓണർ, ഫൈനൽ സ്റ്റേജിലാണ്. പ്രതി ഗോവിന്ദിന് ഇങ്ങനെ ചെയ്യാനുണ്ടായ മോട്ടീവ് വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രോസിക്യൂഷന് പ്രഥമദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല. പോലീസ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 28 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിന് പരിഗണിക്കപ്പെടാൻ അർഹനാണെന്ന് കോടതി കരുതുന്നു. ദാറ്റ് ഈസ് ഇസ് റൈറ്റ്. അതിനാൽ കോടതി പ്രതി ഗോവിന്ദിന് കർശനമായ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു കേസിൽ ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാറില്ല. എന്നിട്ട് ആ സാധാരണഗതി എന്താ ഇവിടെ ഇല്ലാതെ പോയത്? ചിലപ്പോഴൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജഡ്ജ്. ചിലർ ജാമ്യം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ലിബറലായിരിക്കും. പിന്നെ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക എന്നല്ല അർത്ഥം. കേസ് തീർന്നു ഒന്നുമല്ല. ജാമ്യം റദ്ദാക്കാൻ നമുക്ക് ഹൈക്കോടതി വഴി മൂവ് ചെയ്യാം. അതിന് എത്ര സമയം വേണ്ടി വരും? ചിലപ്പോൾ 1-2 മാസം. ഹിയറിങ്ങിന് വെക്കുന്ന ഡേറ്റ് പോലെ ഇരിക്കും. ഓഫ് കോഴ്സ് 1-2 മാസം. അതുവരെ അവൻ പുറത്ത് ഫ്രീ. പല്ലവി, ദിസ് ഈസ് ദ റിയാലിറ്റി. കോടതി ചിലപ്പോൾ ശിക്ഷിക്കും, ചിലപ്പോൾ അവധിക്ക് വെക്കും, ചിലപ്പോൾ വെറുതെ വിടും. ഇതിലേതാ സർ റിയാലിറ്റി? ഇതാണ് എന്റെ റിയാലിറ്റി. ജീവിതകാലം മുഴുവൻ ഈ മുഖം ഒളിപ്പിക്കണം. വീടിനും വീട്ടുകാർക്കും ഞാനൊരു ഭാരമല്ലെന്ന് ഓരോ മിനിറ്റും സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. 14 വയസ്സ് മുതൽ ഞാൻ കണ്ട സ്വപ്നം
വേണ്ടെന്ന് വെക്കണം. ഈ കേസ് നമുക്ക് തുടരാം. ഹിയറിംഗ് പിന്നെ ഒരു മാസം 2 മാസം അല്ലേ? അപ്പീൽ തള്ളിയ പിന്നെയും മാസങ്ങൾ, വർഷങ്ങൾ, അങ്ങനല്ലേ? അപ്പോഴും ഇതേ മുഖമാണ് സർ, അപ്പോഴും ഇതേ റിയാലിറ്റി. ശത്രുവായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പുറകെ പോയില്ലായിരുന്നു. Just go to your bride, sir. എനിക്കിത് ചെയ്യിക്കണം. എടാ, ഐ നീഡ് യുവർ ഹെൽപ്പ്. 23rd എൻ്റെ ഫസ്റ്റ് ഫ്ലൈങ് വിത്ത് പാസഞ്ചേഴ്സ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. എന്ന് വെച്ചാ ഓർക്കുമ്പോൾ കൈ വിറക്കിയാടോ. എല്ലാം എനിക്ക് അറിയാം, പക്ഷെ ചില നേരത്ത് ഭയങ്കര ബ്ലാങ്കാ. പല്ലവി പ്ലീസ് ഇങ്ങോട്ട് വരൂ. എങ്ങോട്ട്? എൻ്റെ അടുത്തോട്ട്, ഡൽഹിയിലോട്ട്. ഞാൻ അവിടെ വന്നിട്ട് ഒന്നും വേണ്ട, എൻ്റെ കൂടെ ഒന്ന് നിന്നാ മതി. വേണമെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറുകയും ചെയ്യാം. അല്ലേ വേണ്ട, അത് റിസ്ക്കാ. ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. ഐ നീഡ് യു ഹിയർ. സാരിയാ. എന്തോ? ഐ എം ഓക്കേ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. I'll manage. I promise. നീ വിളിച്ചല്ലോ, വരാൻ പറഞ്ഞല്ലോ, അത് മതി. സി, കമ്പനി സെക്രട്ടറി ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് തിങ്. അറിയാമല്ലോ അല്ലേ? ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, ദുബായ്, ഇവിടെയൊക്കെ വലിയ വലിയ കമ്പനികളിൽ നിങ്ങൾ ചെന്നൊന്ന് അന്വേഷിക്കണം. അവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളിലെ സെക്രട്ടറിമാരെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആണ്. ശമ്പളം എത്രയെന്നാ? ഇയർലി 5 lakhs. So all of you are lucky. Now let us come back to the syllabus. Module 1, Company Law, Cost Accounting and Management. ഞാൻ വന്നത് സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇല്ല. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. പലയിടത്തായിട്ടായിരുന്നു ജോലി. ഭാര്യ അവനും ഇവിടെ. അതുകൊണ്ട് ആവശ്യത്തിന് ശ്രദ്ധ ചെലുത്താത്തതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട്. പഠിക്കാനും മോശമായി. കേസ് വന്ന പിന്നെ ഷോറൂമിൽ നിന്നും പിരിച്ചുവിട്ടു. റിയാദിൽ നിന്ന് വന്ന ആ ഓപ്പർച്യൂണിറ്റിയും ഏതാണ്ട് പോയ മട്ട. എനിക്ക് ഓഫീസിലെ കുറച്ച് ജോലി തീർക്കാനുണ്ട്. ഒന്നേ ഉള്ളൂ, ഞാൻ എന്തു വേണമെങ്കിലും തരാം. മോളോട് പറഞ്ഞ് കേസ് പിൻവലിക്കണം. Non-stop service from Delhi to Cochin. Our flight time will be of 3 hours and 30 minutes. We will be flying at
at its altitude between 31,000 and 30,000 feet at 5.9 to 7.2 miles per hour. Can you please ask the lady sitting behind cover her face? मेरा बेटी रो रही है उसे देखकर। कुछ नहीं बेटा, मेरी जान, कुछ नहीं, रोना मत, मेरी जान है ना, रोना मत। प्लीज जाके बोलिए ना, either you change your seat or give us another seat. बच्ची तो uncomfortable हो रही है। But ma'am, please listen to me. She's really getting scared. Sorry ma'am, I understand. But we are not supposed to make such requests to Excuse me. passengers. Sorry. Excuse me. Is that seat taken? No, it's not. Can I sit? Yeah. You can sit. No problem. Sorry ma'am. I'm sorry for the inconvenience. It's okay. നമ്മള് അല്ലേ? Hey, would you mind sitting here? Yeah, sure. Yeah, thanks. Yes, Mumbai Aviation Institute. പേര് ഞാൻ ജാദൂകർന്ന് പറ്റുമല്ലേ? പല്ലവി. പല്ലവി. കൊച്ചിയിലേക്കാണോ? അങ്ങോട്ടേക്കാണല്ലോ ഈ ഫ്ലൈറ്റ് പോകുന്നത്. ഡൽഹിയിൽ എന്താ? ഫ്രണ്ടിനെ കാണാൻ വന്നോ? ഞാനും ഫ്രണ്ട്സിനെ കാണാൻ തന്നെയാ. കോളേജ് റീയൂണിയൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ലോങ് ടൈം. ഇതാണ് വിശേഷം. Oh my God. I'm sorry. എനിക്ക് എന്താ പറ്റിയത്? ഒരാൾ ആസിഡ് ഒഴിച്ചതാ മുഖത്ത്. ഇത്രയും വിശേഷം പോരെ? സി പല്ലവി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മളും ആ താളത്തിനൊത്ത് നമ്മളും ഫ്ലോ ചെയ്തേ പറ്റും. ഇപ്പോ പല്ലവിയുടെ മുഖത്ത് ആസിഡ് വീണമെന്നുള്ളതും പ്രകൃതിയുടെ ഡിസിഷനാണ്. അല്ല, അതൊരു നല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. ഭയങ്കര പവർ ഡിസിഷനാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കണ്ടുമുട്ടലും പ്രകൃതിയുടെ ഡിസിഷൻ തന്നെയാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. അങ്ങനെ പ്രകൃതി അയച്ച ദൂതൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, പറയാണ്, പ്രോമിസ് ചെയ്യാണ്. ഇഫ് ദർ ഇസ് എനിത്തിങ് ഐ കൻ ഡു ടു ഹെൽപ്പ്. വിശാൽ രാജശേഖരൻ വാക്കിന് വിലയുള്ളവനാണ്. എനിക്കതാവണം. ഏത്? അവരെ പോലെ. എയർ ഹോസ്റ്റസ്. അതെ. 12th till 7th rank. 200 hours flying experience. English, Malayalam, Hindi fluent. സാധിക്കോ? ഈ സൗന്ദര്യം ഇല്ലാത്തവർക്ക് പ്രോമിസ് കൊടുക്കുന്നതിന് മുമ്പേ ശരിക്കും ആലോചിക്കണം. ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പേ പ്രകൃതി അത് പറഞ്ഞെന്നില്ലേ ദൂതനോട്? പ്ലീസ്, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം പ്ലീസ്. അജയ് കണ്ടില്ലല്ലോ. അവനിപ്പോ ഭയങ്കര ബിസിയാ. ആദ്യത്തെ ബുക്ക് തന്നെ കയറി ഹിറ്റായില്ലേ. കഴിഞ്ഞ ആഴ്ച മുംബൈ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ ടെസ്സ ഇപ്പൊ ബാംഗ്ലൂരിൽ ഒരു നോൺ ഡിസൈനറാ. അവളുടെ ബുട്ടീക്കൊക്കെ നല്ല പോപ്പുലറാ.
ലേറ്റ് ആയാലും ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. Her husband is also a designer അല്ലേ? ഒരു യൂറോപ്യൻ. യാ ആഡം ഫിലിപ്സ്, ഇന്റർനാഷണൽ ഫിഗർ. Talk of the devil. Here she comes. That's my husband. Janaki. Hi Tessa. Janaki. How are you? ഞങ്ങൾ ഇപ്പോ നിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. Hi Tessa. Yeah, I'm good. Come, let's go meet him. Come. Hi. How are you? Good. You? I'm good. My husband? Oh. Okay. പുള്ളി എന്താ പരിപാടി? പപ്പടത്തിന്റെ ബിസിനസ്സാ. ഏ? ഹാ, പപ്പടത്തിന്റെ മാനുഫാക്ചറിംഗ് കമ്പനി. ഡിസൈനർ അല്ലേ? അപ്പൊ അറിയാഞ്ഞിട്ട് ചോദിച്ചതല്ല. താനെന്താ ഇപ്പോ? എയർലൈൻ Cloud9. ഓ, തന്റെ ഫാദറിന്റെ എയർലൈൻ. സാലറിഡ് ജോബാണോ അതോ ഇപ്പോഴെങ്കിലും പുള്ളി തന്നെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിക്കാറുണ്ടോ? അച്ഛൻ പറയും, മകൻ കേൾക്കും. അന്നും അങ്ങനെ തന്നെയായിരുന്നല്ലോ എല്ലാ കാര്യവും. You missed her, man. അന്ന് എല്ലാവരും പറഞ്ഞു മണ്ടത്തരാണെന്ന്. അതാ ഞാൻ. എടാ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് ആൾക്കാർ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ അതൊരു ആന മണ്ടത്തരമായിരിക്കും, അല്ലെങ്കിൽ അത് ലോകത്തെ മാറ്റിക്കളയും. ഹലോ വിശാൽ. ദീപക്, ഞാൻ രാവിലെ ചെന്നൈയിലെത്തും. മീറ്റ് മീ അറ്റ് 10. എന്താ പെട്ടെന്നൊരു ബോർഡ് മീറ്റിംഗ്? ബാക്കിയുള്ളവരൊക്കെ അവിടെ? ശരി, ഇരിക്കെ. ദീപക്, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? എന്ത് കാര്യത്തിൽ? എന്തിലും. ചില കാര്യത്തിൽ നീ ഓക്കെ, ചിലതില് എന്ന് വെച്ചാൽ ഒന്നിലും ഓക്കെ അല്ലെന്ന്. എന്നല്ലല്ലോ. ഇപ്പോ നിന്റെ ഡ്രസ് സെൻസ് അപാരമാണ്. കാറുകളെ പറ്റിയുള്ള നിന്റെ ഒരു അറിവ്, സിനിമയെ പറ്റി നിന്റെ ഒരു നോളജ്. ഒരു പെൺകുട്ടിയുണ്ട്. ഹേ, അതല്ല, ബ്രില്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബ്രില്യൻ്റ്. എയർ ഹോസ്റ്റസ് ഇൻ്റർവ്യൂസ് നടക്കല്ലേ, എടുക്കട്ടെ? ഷുവർ, നിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലേ അത്? അതല്ല, ഇവിടെ എനിക്ക് ഇതിൻ്റെ സപ്പോർട്ട് വേണം. ഞാനായിട്ട് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്താൽ എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഒരു സിമ്പിൾ TV ആഡിൻ്റെ ഐഡിയ പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ ബഹളം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ എയർലൈൻ പറക്കുമ്പോൾ ആകാശത്തുനിന്ന് മാലാക നോയിക്കൊണ്ടിരിക്കുന്നല്ലേ? ഓർമ്മയുണ്ട്. നീ കൂടെ പറഞ്ഞാലേ അച്ഛനും അത് സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഞാൻ ഒരു മണ്ടനാണെന്നാണല്ലോ പുള്ളിയുടെ വിചാരം. നോക്കാം, ഇതാണ് കുട്ടി. ആത്മവിശ്വാസം, ബോൾഡ്നെസ്, ക്ലാസ്. സത്യം പറ, ഇത് വല്ല പ്രേമം മറ്റോ ആണോ? ഹേ, കമോൺ. 4-5 പേരായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു വെച്ചു. എല്ലാത്തിനും ആ കണ്ണുകൊണ്ട് കാണരുത്. അപ്പൊ പിന്നെ എന്തിനാ ഇത്ര മുഖവരെയൊക്കെ? ഷീ ഈസ് ഗുഡ്, ലെറ്റ്സ് ടേക്ക് ഹർ. എന്താ കാര്യം വിശാൽ? ബി ക്വിക്ക്. സർ, വിശാൽ ഈ കുട്ടിയെ നമ്മുടെ കമ്പനിയിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് ഹയർ ചെയ്താൽ കൊള്ളാന്നുണ്ട്. എനിക്കും തോന്നുന്നു ഷീ ഈസ് പെർഫെക്റ്റ് എന്ന്. ആറ്റിറ്റ്യൂഡും ലുക്സും ഉണ്ട്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഹർ. മനുഷ്യന്റെ ബുദ്ധിക്കും സാമർഥ്യത്തിനും പരിധിയില്ലെന്ന് കേട്ടിട്ടുണ്ട്. മണ്ടത്തരത്തിന്റെ കാര്യത്തിലും അതങ്ങനെയാണെന്ന് എല്ലാ ദിവസവും ബോധ്യപ്പെടുത്തി തരുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതിന് മകൻ തന്നെ വേണ്ടിവരുന്നു എന്നുള്ളത് എൻ്റെ മിസ്ഫോർച്യൂൺ. ആൻഡ് യു കം ടു മൈ ഓഫീസ്.